ഇന്നത്തെ പ്രധാന ആകർഷണ ഇനമായ നാടകത്തിലെ ഒരു ടീമിനെ പരിചയപ്പെടാം. ആലപ്പുഴ നിന്ന് വന്ന ഇവരുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഐറ്റമുണ്ട്. ശാകുന്തളത്തെ ആധുനികമായി കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും നോക്കാം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ തുറവൂരിലെ TD ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരുമല ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ നാടക മത്സരം ഇന്ന് നടക്കുന്നുണ്ട്. അവരുടെ അധ്യാപകനായ വിനോദ് സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. സാർ, എത്രമാത്രം പ്രതീക്ഷയുണ്ട്? എത്ര നാളത്തെ പരിശ്രമമാണ്? ഒടുവിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണോ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളൊരു ജൂലൈ ലാസ്റ്റ് വീക്ക് +1 അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ല, സ്കൂൾ ട്രാൻസ്ഫർ നടക്കുന്നൊക്കെ സമയത്ത് തന്നെ കുട്ടികളെ ഓഡിഷൻ ചെയ്ത് എടുത്തതാണ്. അപ്പൊ ആ ജൂലൈ ഒരു 28-ാം തീയതി ഞങ്ങള് 28-29 ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത്രയും നാള് നമ്മൾ ഒരു വർഷം എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ +1 ക്ലാസ് തുടങ്ങി ഉടനെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു വർഷം. ഇനിയിപ്പോൾ പരീക്ഷയായി തുടങ്ങുന്നു, മോഡൽ എക്സാം ഒക്കെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞ്. അപ്പൊ വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾ നാടകം കളിക്കുക എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുക കൂടിയാണ്. വെറുതെ ഒരു സാധനം കണ്ടുപോകുമല്ല, അവർ ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ പാകപ്പെടുകയാണ്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നാടകത്തിന്റെ പേര് സർക്കസ് എന്നാണ്. ഈ സർക്കസ് എടുത്തിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന് പറയുന്ന ഒരു കവിതയുടെ ആശയമുണ്ട്. ഭയപ്പെടുന്ന ഒരു മൃഗശിക്ഷകൻ. അപ്പൊ ഇവിടെ ദുഷ്യന്ത രാജാവുണ്ട്, ശകുന്തളയുണ്ട്, അനസൂയ, പ്രിയമത, കണ്ണമഹർഷി, ദുർവാസാവ്, ദീർഘാഭംഗൻ എന്ന മാൻകിടാവ്. ഞങ്ങളുടെ മാൻകിടാവിന്റെ കൈയൊന്ന് ഡിസംബർ 18-നായിരുന്നു. അപ്പൊ ഇനി ഒരു മാസം ആ പ്ലാസ്റ്റർ അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ ഒരു പ്രിയമത, ഇത് മൊത്തം പരിക്കുകളാണല്ലോ. പ്രിയമതയുടെ കാല് പോയി, മാനിന്റെ കൈ പോയി. NSS ക്യാമ്പിലൊന്ന് തെന്നി വീണതാണ്. അപ്പൊ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷെ ഞങ്ങള് നല്ല സന്തോഷത്തിലാണ്. അവര് അത് ചെയ്യും. ആ പോരായ്മയിൽ നിന്നുകൊണ്ട് അവര് അതുമാത്രമല്ല, ഇത്രയും പരിക്കുണ്ടെങ്കിൽ പോലും അവര് മത്സരിക്കാൻ തയ്യാറാണ്. അതൊരു ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മാനിനോട് പോവാം. മാനെ പറയൂ, ഈ കൈ എങ്ങനെയുണ്ട്? ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. റെസ്റ്റ് ഒക്കെ എടുത്ത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. കാലിൽ എന്നാ പറ്റിയെന്നും കൂടെ ഒന്ന് പറയാമോ? NSS പറ്റിയ അപകടം സ്ലിപ്പായതാണ്. എന്താ ക്യാമ്പിന്റെ ലിഗമെന്റ് പ്രശ്നമുണ്ട്. എത്ര നാൾ എടുക്കും ഇത്? ഒന്നര മാസം റെസ്റ്റ് എടുക്കും. ഇതിനൊരു വേറെ പ്രത്യേകത കൂടിയുണ്ട് സാറേ. ഇത് സാർ മുന്നോട്ട് വരൂ. ഞങ്ങള് രണ്ടുപേരും ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ മലയാള അധ്യാപകരാണ്. ഞങ്ങൾ തന്നെയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയത്, ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. പുതിയ ആവിഷ്കാരത്തിന്റെ തല ആദ്യം ഉദിക്കുന്നത് ആരിലാണ്? ഞങ്ങളങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ചെയ്ത് അങ്ങനെ പോരുന്നതാണ്. പഴയ കാഴ്ചയിൽ നിന്ന് പുതിയൊരു അവതരണം. അതിന്റെ ആ നാടകം ഒന്ന് കാണണം. നമ്മളിപ്പോഴും പുറത്തേക്ക് അത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ റിവീൽ ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കാണ്. ആളുകൾ കണ്ടു ഞെട്ടട്ടെ. ഇവിടെ എല്ലാവരുടെയും വിദ്യാർത്ഥികളുടെയും പാരന്റ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും ചേർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ലാസ്റ്റ് ചിയർ വേണം. ഒരു മൊത്തത്തിൽ ഒരു ചിയർ. ഓക്കെ, 3, 2, 1 പറയുമ്പോൾ നിങ്ങൾ ഒരു ചിയർ വിളിക്കുക. ഓക്കെ, 3, 2, 1. അവരത്രയധികം ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്കാണ് എത്തിയത്.